എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ IPL 2026 ഒമ്പതാമത്തെയും അത്യന്തം ആവേശകരവുമായ ഹൈ വോൾട്ടേജ് പോരാട്ടമാണ് ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ അരങ്ങേറിയത്. അഹമ്മദാബാദിലെ ഈ സുന്ദരമായ സായാഹ്നത്തിൽ രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗിന് അനുകൂലമായാണ് ടോസ് വീണത്. യാതൊരു മടിയും കൂടാതെ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ധീരമായ തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. രാജസ്ഥാനായി വെടിക്കെട്ട് വീരൻ യശസ്വി ജയ്സ്വാളും യുവ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുമാണ് ഇന്നിംഗ്സ് തുടക്കാൻ ക്രീസിലെത്തിയത്. ഗുജറാത്തിനായി ആദ്യ ഓവർ എറിയാനെത്തിയത് പരിചയസമ്പന്നനായ മുഹമ്മദ് സിറാജാണ്. എന്നാൽ രാജസ്ഥാന് ലഭിച്ച തുടക്കം ടൈറ്റൻസ് ക്യാമ്പിൽ വലിയ പരിഭ്രാന്തിയും ഭൂകമ്പവും സൃഷ്ടിക്കുന്നതായിരുന്നു. ക്യാപ്റ്റൻ റാഷിദ് ഖാൻ പ്രതീക്ഷിച്ചതുപോലൊരു തുടക്കമായിരുന്നില്ല സിറാജിന്റേത്. ആദ്യ ഓവറിൽ തന്നെ ലെഗ് സ്റ്റംപിൽ ഫ്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന 2 സമ്മാനങ്ങളാണ് സിറാജ് വൈഭവിന് നൽകിയത്. ഈ സുവർണാവസരങ്ങൾ പാഴാക്കാതെ വൈഭവ് അതിമനോഹരമായി 2 തുടർച്ചയായ ക്ലാസിക് ബൗണ്ടറികൾ നേടി തന്റെ വ്യക്തിഗത സ്കോർ മാത്രമല്ല രാജസ്ഥാൻ റോയൽസിന്റെ ഇന്നിംഗ്സിനും ഒരു സ്ഫോടനാത്മകമായ തുടക്കം കുറിച്ചു. സിറാജ് വീണ്ടും പന്തെറിയാനെത്തിയപ്പോൾ ആവേശം ഇരട്ടിയായി. ഇത്തവണ ലോക ക്രിക്കറ്റിലെ ഏറ്റവും നിർഭയനായ ബാറ്റർ യശസ്വി ജയ്സ്വാളായിരുന്നു മുന്നിൽ. സിറാജ് തന്റെ ലൈനിലും ലെങ്തിലും പഴയ തെറ്റ് ആവർത്തിച്ചപ്പോൾ ജയ്സ്വാൾ ഒട്ടും ദയ കാണിച്ചില്ല. ഒരു ഷോട്ട് ഓഫ് ലെങ്ത് പന്തിനെ അദ്ദേഹം മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സറിന് പറത്തി. അടുത്ത 2 പന്തുകളിൽ കൂടി തന്റെ ലോകോത്തര ക്ലാസ് കാണിച്ച് 2 മനോഹരമായ ഫോറുകൾ കൂടി നേടി ആ ഓവറിൽ നിന്ന് മാത്രം 14 റൺസ് അദ്ദേഹം വാരിക്കൂട്ടി. റോയൽസിന്റെ സ്കോർ ഇപ്പോൾ ഒരു സൂപ്പർസോണിക് റോക്കറ്റിന്റെ വേഗതയിൽ കുതിക്കാൻ തുടങ്ങിയതോടെ ഗുജറാത്ത് ഫീൽഡർമാരുടെ മുഖത്ത് ഭയം നിഴലിച്ചു തുടങ്ങി. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൌളർമാരിൽ ഒരാളായ കഗിസോ റബാഡ 4ാം ഓവറിൽ പന്തെറിയാനെത്തിയപ്പോൾ റൺസ് ഒഴുകുന്നത് നിൽക്കുമെന്ന് ആരാധകർ കരുതിയിരുന്നെങ്കിലും യശസ്വി ഇന്ന് മറ്റൊരു ലോകത്തായിരുന്നു. റബാഡയുടെ അതിവേഗ പന്തിൽ തന്റെ സർവ്വശക്തിയുമെടുത്ത് ലോങ് ഓണിന് മുകളിലൂടെ അദ്ദേഹം ഒരു ഗംഭീര സിക്സർ പറത്തി. ഇതുകണ്ട് ഗാലറിയുടെ ആയിരക്കണക്കിന് ആരാധകർ ഇരിപ്പിടങ്ങളിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് നൃത്തം വയ്ക്കുകയും അഹമ്മദാബാദ് മുഴുവൻ യശസ്വി എന്ന മന്ത്രത്താൽ മുഖരിതമാവുകയും ചെയ്തു. ഇതിനിടയിൽ ശ്വാസം അടക്കിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു നാടകീയ രംഗവും മൈതാനത്ത് അരങ്ങേറി. ഒരു റൺ എടുക്കാനുള്ള ശ്രമത്തിനിടെ യുവതാരം വൈഭവ് സൂര്യവംശി പിച്ച് മധ്യത്തിൽ കുടുങ്ങിപ്പോയി. ഗുജറാത്ത് ക്യാപ്റ്റൻ റാഷിദ് ഖാൻ മിന്നൽ വേഗത്തിൽ പന്തെടുത്ത് നോൺ സ്ട്രൈക്കർ എൻഡിലേക്ക് എറിഞ്ഞെങ്കിലും ഭാഗ്യം അന്ന് രാജസ്ഥാനൊപ്പമായിരുന്നു. സ്റ്റംപിൽ കൊള്ളാതെ വെറും ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് ആ ഡയറക്റ്റ് ഹിറ്റ് കടന്നുപോയത്. ഗുജറാത്ത് ക്യാമ്പിൽ നിരാശ പടർത്തിയ ഈ വിലയേറിയ ജീവദാനം ഇന്ന് പുതിയ ചരിത്രം രചിക്കപ്പെടുമെന്ന് ഉറപ്പിച്ചു. അഹമ്മദാബാദിലെ സായാഹ്നം ഇരുളുന്നതിനനുസരിച്ച് മൈതാനത്തെ ആവേശവും ഒരു മഹാകാവ്യം പോലെ പുതിയ അധ്യായങ്ങൾ തുറക്കുകയായിരുന്നു. ഗുജറാത്തിന്റെ യുവ പേസ് സെൻസേഷൻ അശോക് ശർമ്മ 5ാം ഓവർ എറിയാനെത്തിയപ്പോഴാണ് യഥാർത്ഥ ഹൈ വോൾട്ടേജ് ഡ്രാമ അരങ്ങേറിയത്. മണിക്കൂറിൽ 147.4 കിലോമീറ്റർ വേഗത്തിൽ വന്ന തീ തുപ്പുന്ന ഷോട്ട് ഓഫ് ലെങ്ത് പന്തിൽ വൈഭവ് ആഞ്ഞുവീശി. പന്തിന്റെ പുറത്തു തട്ടി ആദ്യ സ്ലിപ്പിലേക്ക് മിന്നൽ വേഗത്തിൽ പാഞ്ഞ പന്തിനായി ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളായ ജോസ് ബട്ട്ലർ തന്റെ ഇടത്തോട്ട് ഒരു അവിശ്വസനീയമായ ഡൈവ് ചെയ്തു. പന്ത് കൈകളിൽ ഒതുങ്ങിയെങ്കിലും നിർഭാഗ്യവശാൽ അത് വഴുതിപ്പോയി വൈഭവിന് വീണ്ടും ഒരു ജീവദാനം ലഭിച്ചു. എന്നാൽ ഡ്രാമ അവിടെ തീർന്നില്ല. ആ പന്ത് തടയാനായി ബൗണ്ടറി ലൈനിൽ സ്ലൈഡ് ചെയ്ത മുഹമ്മദ് സിറാജിന്റെ കാൽ പുല്ലിൽ കുടുങ്ങി അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. വേദന കൊണ്ട് പുളഞ്ഞ സിറാജിനെ ഫിസിയോയുടെ സഹായത്തോടെ മൈതാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് ഗുജറാത്തിന്റെ തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. എന്നാൽ ഈ നാടകീയതകൾക്കിടയിലും അടുത്ത പന്തിൽ 149 കിലോമീറ്റർ വേഗതയെ ഒരു അതിസാഹസികവും ഭയരഹിതവുമായ അപ്പർ കട്ടിലൂടെ അതിർത്തി കടത്തി വൈഭവ് തന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി. ഒടുവിൽ 7ാം ഓവറിൽ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ നേരിട്ട് രംഗത്തെത്തി തന്റെ മാന്ത്രിക സ്പിൻ വലയിൽ വൈഭവിനെ കുടുക്കി. പുൽ ഷോട്ടിന് ശ്രമിച്ച വൈഭവ് ടൈമിംഗ് തെറ്റി ഡീപ് മിഡ് വിക്കറ്റിൽ മുസ്തൈദായി നിന്നിരുന്ന ഗ്ലെൻ ഫിലിപ്സിന്റെ കൈകളിലൊതുങ്ങി. വൈഭവ് പുറത്തായെങ്കിലും അദ്ദേഹം തന്റെ ജോലി ഭംഗിയായി പൂർത്തിയാക്കിയിരുന്നു. പകരക്കാരനായി വന്ന ധ്രുവ് ജുറേൽ രാജസ്ഥാന്റെ ആക്രമണോത്സാഹത്തിന് ഒരു കുറവും വരുത്തിയില്ല. ആദ്യ പന്തിൽ തന്നെ അശോക് ശർമ്മയുടെ 145.7 കിലോമീറ്റർ വേഗത്തിലുള്ള പന്തിനെ അതിമനോഹരമായ ഒരു കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി കടത്തി അദ്ദേഹം തന്റെ അപകടകരമായ ലക്ഷ്യം വ്യക്തമാക്കി. 9ാം ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയുടെ കൃത്യതയാർന്ന യോർക്കറിനെ വളരെ ബുദ്ധിപൂർവ്വം ബാക്ക്വേർഡ് പോയിന്റിനരികിലൂടെ ഒരു ക്ലാസിക് ഫോറിലേട്ട് ജയ്സ്വാൾ വീണ്ടും തന്റെ പ്രതിഭ തെളിയിച്ചു. 11ാം ഓവറിൽ DRS ഡ്രാമയിലൂടെ മത്സരം വീണ്ടും മുറുകി. റാഷിദ് ഖാന്റെ ഒരു മാന്ത്രിക ലെഗ് സ്പിൻ ധ്രുവ് ജുറേലിന്റെ പാഡിൽ അതിവേഗം വന്നിടിച്ചു. ജോസ് ബട്ട്ലറും റാഷിദ് ഖാനും ശക്തമായി അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ കുലുങ്ങിയില്ല. ആത്മവിശ്വാസത്തോടെ DRS എടുത്ത ഗുജറാത്തിന് നിരാശയായിരുന്നു ഫലം. അൾട്രാ എഡ്ജിൽ ബാറ്റിൽ തട്ടിയിട്ടില്ലെന്നും ബോൾ ട്രാക്കിംഗിൽ പന്ത് ലെഗ് സ്റ്റംപിന് പുറത്തുകൂടിയാണ് പോകുന്നതെന്നും വ്യക്തമായതോടെ ജുറേലിന് വീണ്ടും ജീവൻ കിട്ടി. ആ ഓവറിന്റെ അവസാന പന്തിൽ റാഷിദിനെതിരെ അതിമനോഹരമായ ഒരു കവർ ഡ്രൈവിലൂടെ ജയ്സ്വാൾ തന്റെ ചരിത്രാത്മക അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി.
അത്യന്തം പക്വതയാർന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അത്. 12ാം ഓവറിൽ പരിക്ക് മാറി ഒരു പോരാളിയെ പോലെ തിരിച്ചുവന്ന സിറാജിനെ ജുറൈൽ ആദ്യ പന്തിൽ തന്നെ സ്ലിപ്പിനു മുകളിലൂടെ ഒരു ഭാഗ്യ ഫോറിലൂടെയാണ് നേരിട്ടത്. ഓവറിന്റെ അവസാന പന്തിൽ സിറാജിന്റെ ലെങ്ത് ബോൾ തിരിച്ചറിഞ്ഞ ജുറൈൽ മിഡ് വിക്കറ്റിനു മുകളിലൂടെ ഒരു കൂറ്റൻ ഗഗനചുംബിയായ സിക്സർ പറത്തി സ്കോർ 1-122 എന്ന കൂറ്റൻ സംഖ്യയിലെത്തിച്ചു. റൺ റേറ്റ് ഇപ്പോൾ 10 കടന്നതോടെ റബാഡയും സിറാജും പ്രസിദ്ധ് കൃഷ്ണയും അടക്കമുള്ള ഗുജറാത്ത് ബൌളർമാർ പൂർണ്ണമായും നിസ്സഹായരായി മാറി. മത്സരം അതിന്റെ ഏറ്റവും നിർണായക വഴിത്തിരിവിലെത്തിയ 13ാം ഓവറിൽ ദക്ഷിണാഫ്രിക്കൻ പേസർ റബാഡ ഗുജറാത്തിന് ആശ്വാസമേകി. മണിക്കൂറിൽ 145.6 കിലോമീറ്റർ വേഗത്തിൽ വന്ന പന്തിൽ ലെഗ് സൈഡിലേക്ക് ഷഫിൾ ചെയ്ത സെറ്റ് ബാറ്റർ ജയസ്വാളിനെ റബാഡ ഓഫ് സ്റ്റംപ് പിഴുതെറിഞ്ഞു. എന്നാൽ പുതിയ ബാറ്റർ റിയാൻ പരാഗ് ആദ്യ പന്തിൽ തന്നെ റബാഡയെ ലോങ് ഓണിന് മുകളിലൂടെ ഒരു അതിമാരകമായ സിക്സർ പറത്തി വരവറിയിച്ചു. 14ാം ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയുടെ എക്സ്ട്രാ ബൗൺസറിൽ റിയാൻ പരാഗിനെ പുറത്താക്കിയെങ്കിലും വിൻഡീസ് പവർ ഹിറ്റർ ഷിംറോൺ ഹെറ്റ്മെയർ ക്രീസിലെത്തിയതോടെ മൈതാനത്ത് റൺ മഴ പെയ്തു. പ്രസിദ്ധിനെതിരെ 2 കൂറ്റൻ സിക്സറുകൾ പറത്തി ഗാലറിയെ ഹെറ്റ്മെയർ ഇളക്കിമറിച്ചു. 15ാം ഓവറിൽ അശോക് ശർമ്മയുടെ 145.7 കിലോമീറ്റർ വേഗത്തിലുള്ള പന്തിനെ ബൗണ്ടറി കടത്തിയ ഹെറ്റ്മെയറെ തൊട്ടടുത്ത പന്തിൽ ലോങ് ഓൺ ബൗണ്ടറിയിൽ നിന്ന് സിറാജ് ഒരു അവിശ്വസനീയ ഡൈവിംഗ് ക്യാച്ചിലൂടെ പുറത്താക്കിയത് ആരാധകരെ അമ്പരപ്പിച്ചു. വൈകാതെ റബാഡ ഡോണവൻ ഫെറേറയെയും മടക്കിയതോടെ രാജസ്ഥാന്റെ സ്കോറിംഗിന് അല്പം ശമനമായി. എന്നാൽ മറുവശത്ത് ധ്രുവ് ജുറൈൽ എന്ന യോദ്ധാവ് തന്റെ പോരാട്ടം തുടരുകയായിരുന്നു. 17ാം ഓവറിൽ റബാഡയ്ക്കെതിരെ ജുറൈൽ പറത്തിയ കൂറ്റൻ ഷോട്ട് ബൗണ്ടറി ലൈനിൽ സിറാജ് പിടിച്ചെങ്കിലും ആ പ്രഹരശേഷിയിൽ സിറാജിന് സമനില നഷ്ടപ്പെട്ട് കാൽ അതിർത്തിരേഖ കടന്നു. ആ കൂറ്റൻ സിക്സറിലൂടെ ജുറൈൽ തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചു. 18ാം ഓവറിൽ അശോക് ശർമ്മയുടെ 145.7 കിലോമീറ്റർ വേഗത്തിലുള്ള പന്തിനെ സ്റ്റാൻസിന്റെ 2ാം നിലയിലേക്ക് പറത്തി ജുറൈൽ വീണ്ടും കരുത്ത് കാട്ടി. അടുത്ത ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയെ കൗ കോർണറിലൂടെ അതിമനോഹരമായി ബൗണ്ടറി കടത്തി ജുറൈൽ അവസാന ഓവർ എറിയാനെത്തിയ സിറാജിനെ റോക്കറ്റ് വേഗത്തിലുള്ള ഒരു ഫോറിലൂടെയാണ് സ്വാഗതം ചെയ്തത്. എന്നാൽ അടുത്ത പന്തിൽ സിറാജ് എറിഞ്ഞ തന്ത്രപരമായ സ്ലോവർ ബൗൺസറിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ജുറൈലിനെ ജോസ് ബട്ട്ലർ സുരക്ഷിതമായി കൈപ്പിടിയിലൊതുക്കി. വെറും 42 പന്തിൽ 75 റൺസ് നേടി മടങ്ങിയ ജുറൈലിന് മുഴുവൻ നരേന്ദ്രമോദി സ്റ്റേഡിയവും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ രവീന്ദ്ര ജഡേജ ഒരു ബൗണ്ടറി കൂടി നേടിയതോടെ രാജസ്ഥാന്റെ സ്കോർ 6-210 എന്ന പടുകൂറ്റൻ സംഖ്യയിലെത്തി. രാജസ്ഥാന്റെ ബാറ്റർമാർക്ക് മുന്നിൽ ഗുജറാത്തിന്റെ ലോകോത്തര ബൌളിംഗ് നിര അവസാന 8 ഓവറിൽ 90-ൽ പരം റൺസ് വഴങ്ങി നിഷ്പ്രഭമാകുന്നതാണ് ഈ ഹൈ വോൾട്ടേജ് മത്സരത്തിൽ നാം കണ്ടത്. എന്നാൽ 211 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം മുന്നിൽ കണ്ട് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കത്തിൽ തന്നെ തങ്ങളുടെ ക്ലാസ് തെളിയിക്കേണ്ടിയിരുന്നു. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി ഓപ്പണർ സായി സുദർശൻ ആ വലിയ ദൗത്യം ഏറ്റെടുത്തു. ജോഫ്ര ആർച്ചറുടെ ആദ്യ ഓവറിൽ തന്നെ തുഷാർ ദേശ്പാണ്ഡെയെന്ന് തലയ്ക്ക് മുകളിലൂടെ പറന്ന ഒരു അവിശ്വസനീയ സിക്സറിലൂടെ സായി ഗുജറാത്തിന്റെ പോരാട്ടത്തിന് തുടക്കമിട്ടു. പിന്നീട് അങ്ങോട്ട് സായിയുടെയും യുവതാരം കുമാർ കുശാഗ്രയുടെയും സംഹാര താണ്ഡവമായിരുന്നു. ആർച്ചറെയും നന്ദ്രെ ബർഗറെയും അതിമനോഹരമായ കവർ ഡ്രൈവുകളിലൂടെയും കട്ടുകളിലൂടെയും സായി ബൗണ്ടറി കടത്തി. ബർഗറുടെ പന്തിൽ ഭാഗ്യം തുണച്ച ഒരു എഡ്ജും ബൗണ്ടറിയിലെത്തി. മറുവശത്ത് കുശാഗ്രയും ഒട്ടും മോശമാക്കിയില്ല. ആർച്ചറെ മിഡ് ഓഫിലൂടെയും സന്ദീപ് ശർമ്മയെ ഫൈൻ ലെഗിലൂടെയും ബൗണ്ടറി കടത്തി കുശാഗ്ര ഗുജറാത്ത് ക്യാമ്പിൽ ആത്മവിശ്വാസം നിറച്ചു. 5ാം ഓവറിൽ സന്ദീപ് ശർമ്മയുടെ ഒരു ലോ ഫുൾ ടോസ് മിഡ് വിക്കറ്റിലൂടെ അതിർത്തി കടത്തിക്കൊണ്ട് ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിലും ഈ ജോഡി ഗുജറാത്തിനായി 50 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്തി. പവർ പ്ലേ അവസാനിക്കുമ്പോഴും 7ാം ഓവറിൽ രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗ് പന്തെറിയാൻ എത്തിയപ്പോഴും അതിഗംഭീരമായ കവർ ഡ്രൈവുകളിലൂടെ സായി തന്റെ അപാരമായ ഫോം നിലനിർത്തി. തൊട്ടു പിന്നാലെ ലഭിച്ച ഫുൾ ടോസിനെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പടുകൂറ്റൻ സിക്സറിന് പറത്തിക്കൊണ്ട് സായി തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ അദ്ദേഹത്തിന്റെ 7ാമത്തെയും IPL കരിയറിലെ 13ാമത്തെയും അർദ്ധ സെഞ്ചുറി. സ്റ്റേഡിയം ഒന്നടങ്കം ആ യുവതാരത്തിനായി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എന്നാൽ 8ാം ഓവറിൽ കളിയിലെ ആദ്യ വഴിത്തിരിവുണ്ടായി. പരാഗിന്റെ പന്തിൽ കൂറ്റനടിക്കിറങ്ങിയ കുശാഗ്രയെ ലോങ് ഓൺ അതിർത്തിയിൽ ഷിംറോൺ ഹെറ്റ്മെയർ തന്റെ അവിശ്വസനീയമായ ബുദ്ധി സാമർഥ്യത്തിലൂടെ പിടികൂടി. ക്യാച്ച് എടുത്ത ശേഷം പന്ത് വായുവിലെറിഞ്ഞ് അതിർത്തിക്ക് പുറത്തുപോയി തിരികെ വന്ന് ഹെറ്റ്മെയർ പൂർത്തിയാക്കിയ ആ റിലേ ക്യാച്ച് ഗുജറാത്തിന് ആദ്യ പ്രഹരമേൽപ്പിച്ചു. എങ്കിലും സായി നിർത്തിയില്ല. രവീന്ദ്ര ജഡേജയെ പോയിന്റിലൂടെ 4 അടിച്ചും ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പടുകൂറ്റൻ സ്ലോഗ് സ്വീപ്പിലൂടെ 6 അടിച്ചും അയാൾ കുതിച്ചു. പക്ഷേ 10ാം ഓവറിൽ രവി ബിഷ്ണോയ് എന്ന മാന്ത്രികൻ രാജസ്ഥാന്റെ രക്ഷകനായി അവതരിച്ചു. 44 പന്തിൽ 9 ഫോറുകളും 3 സിക്സറുകളും അടക്കം 73 റൺസ് എടുത്ത് ടൈറ്റൻസിനെ മുന്നോട്ട് നയിക്കുകയായിരുന്ന സായി സുദർശനെ ബിഷ്ണോയുടെ ഗൂഗ്ലി കുടുക്കി. ടോപ്പ് എഡ്ജായ പന്ത് ലോങ് ലെഗിൽ തുഷാർ ദേശ്പാണ്ഡെയുടെ സുരക്ഷിതമായ കൈകളിലൊതുങ്ങി. സായി പുറത്തായെങ്കിലും പകരം വന്നത് അതിലും അപകടകാരിയായ സാക്ഷാൽ ജോസ് ബട്ട്ലറായിരുന്നു. ദേശ്പാണ്ഡെയെ തുടർച്ചയായി 3 ഫോറുകൾ അടിച്ചും ബിഷ്ണോയിയെ ഓഫ് സൈഡിലൂടെ കട്ട് ചെയ്തും ബട്ട്ലർ ടൈറ്റൻസിന് വീണ്ടും പ്രതീക്ഷ നൽകി. നന്ദ്രെ ബർഗറുടെ പന്തിൽ മിഡ് ഓഫിന് പുറത്തുകൂടിയുള്ള ബട്ട്ലറുടെ ക്ലാസിക് ഫോർ ഗുജറാത്ത് ആരാധകരെ ആവേശത്തിലാഴ്ത്തി. എന്നാൽ 12ാം ഓവറിൽ ബിഷ്ണോയി വീണ്ടും കളി തിരിച്ചു. ഗ്ലെൻ ഫിലിപ്സിനെ ലോങ് ഓണിൽ ആർച്ചറുടെ കൈകളിൽ എത്തിച്ച് ബിഷ്ണോയി തന്റെ കരിയറിലെ 200ാമത്തെ T20 വിക്കറ്റ്
വിക്കറ്റ് കുറിച്ചു. ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. തൊട്ടു പിന്നാലെ ക്രീസിലെത്തിയ വാഷിംഗ്ടൺ സുന്ദർ ബിഷ്ണോയിയെ 4 അടിച്ചെങ്കിലും അടുത്ത പന്തിൽ ജഡേജയ്ക്ക് അനായാസ ക്യാച്ച് നൽകി മടങ്ങി. ഗുജറാത്തിന്റെ പ്രതീക്ഷകൾ ഒന്നൊന്നായി അസ്തമിക്കുകയായിരുന്നു. 13-ാം ഓവറിൽ നന്ദ്രെ ബർഗറുടെ പന്തിൽ ജോസ് ബട്ട്ലറും വീണു. പുൾ ചെയ്യാൻ ശ്രമിച്ച ബട്ട്ലറെ ഫൈൻ ലെഗിൽ സന്ദീപ് ശർമ്മ തകർപ്പൻ ഡൈവിംഗിലൂടെ പുറത്താക്കി. 2-ന് 127 എന്ന ശക്തമായ നിലയിൽ നിന്ന് വെറും 6 റൺസിനിടെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് അവർ 5-ന് 133 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. എങ്കിലും ഷാറുഖ് ഖാനും രാഹുൽ തെവാട്ടിയയും അവസാന പോരാട്ടത്തിന് തയ്യാറായി. നന്ദ്രെ ബർഗറുടെ പന്തിൽ അതിഗംഭീരമായൊരു സിക്സറും കീപ്പർക്ക് മുകളിലൂടെ ഒരു റാംപ് ഷോട്ട് 4ഉം നേടി ഷാറുഖ് കാണികളെ അത്ഭുതപ്പെടുത്തി. 14-ാം ഓവറിൽ ബിഷ്ണോയ്ക്കെതിരെ തെവാട്ടിയ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു 4ഉം ഡീപ്പ് ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ ഒരു റിവേഴ്സ് സ്വീപ്പ് സിക്സറും നേടി. എന്നാൽ ആ ആവേശം അധികനേരം നീണ്ടുനിന്നില്ല. അതേ ഓവറിൽ തന്നെ ഔട്ട്സൈഡ് എഡ്ജായ പന്തിൽ വിക്കറ്റിന് പിന്നിൽ ധ്രുവ് ജുറേലിന്റെ തകർപ്പൻ ക്യാച്ചിൽ തെവാട്ടിയ മടങ്ങി. തുടർന്നെത്തിയ നായകൻ റാഷിദ് ഖാൻ നേരിട്ട ആദ്യ പന്ത് തന്നെ ഗൂഗ്ലിയിൽ ബീറ്റ് ചെയ്യപ്പെട്ട് ബൗണ്ടറി കടന്നെങ്കിലും ഓവറിലെ 5-ാം പന്തിൽ ഗുജറാത്തിന്റെ പതനം പൂർണ്ണമായി. ഡബിളിനോടിയ ഷാറുഖ് ഖാനെ ഡീപ്പ് കവറിൽ നിന്ന് അതിവേഗം പന്തെടുത്ത രവീന്ദ്ര ജഡേജയുടെ മിന്നൽ ത്രോയിൽ ധ്രുവ് ജുറേൽ റണ്ണൌട്ടാക്കി. അപ്പോൾ 15 ഓവറിൽ 7-ന് 161 എന്ന തകർന്നടിഞ്ഞ നിലയിലായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. അവസാന 31 പന്തുകളിൽ 50 റൺസ് വേണമെന്നിരിക്കെ നായകൻ റാഷിദ് ഖാൻ ക്രീസിലുണ്ടായിരുന്നെങ്കിലും രാജസ്ഥാൻ ബൌളർമാർ അവരുടെ കഴുത്തിലെ പിടി മുറുക്കി കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ള വാലത്തകാർക്ക് രാജസ്ഥാന്റെ തീ പാറുന്ന യോർക്കറുകൾക്കും അച്ചടക്കമുള്ള ബൌളിംഗിനും മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. റൺമല താണ്ടാനാവാതെ ഗുജറാത്ത് ബാറ്റർമാർ ഒന്നിനു പുറകെ ഒന്നായി കീഴടങ്ങിയപ്പോൾ അഹമ്മദാബാദിലെ തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി 211 റൺസ് വിജയകരമായി പ്രതിരോധിച്ച രാജസ്ഥാൻ റോയൽസ് IPL 2026-ലെ ഏറ്റവും ഗംഭീരവും അവിസ്മരണീയവുമായ ഒരു ചരിത്ര വിജയം തങ്ങളുടെ പേരിൽ കുറിച്ചു. ചുരുക്കത്തിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഈ ആവേശ പോരാട്ടം രാജസ്ഥാൻ റോയൽസിന്റെ സർവ്വ ആധിപത്യത്തിനാണ് സാക്ഷ്യമേൽപ്പത്. യശസ്വി ജയ്സ്വാളിന്റെയും ധ്രുവ് ജുറേലിന്റെയും ബാറ്റിംഗ് വെടിക്കെട്ടിൽ പടുത്തുയർത്തിയ 211 റൺസ് എന്ന കൂറ്റൻ സ്കോറിനെ പ്രതിരോധിക്കാൻ സാക്ഷാൽ രവി ബിഷ്ണോയിയുടെ സ്പിൻ മാന്ത്രികത കൂടി ചേർന്നപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടി. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.